അസ്സലാമലൈക്കും. സുഖല്ലേ? ചേച്ചിക്ക് സുഖല്ലേ? എന്റെ മോളെ സുഖല്ലേ? എന്റെ സുഖം തന്നെയല്ലേ? പുതിയ എന്തൊക്കെ സ്ഥലം അപ്പൊ സുഖം തന്നെയല്ലേ? എന്തൊക്കെ നമുക്ക് അങ്ങോട്ട് പോലെ നമുക്ക് അവിടുന്ന് താഴെ കെട്ടാം, ഓഡിറ്റോറിയം പോലെ കൊള്ളാത്തി ചോദിക്കാം. എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പോരായ്മകൾ എന്തെങ്കിലും എന്തെങ്കിലും സുഖല്ലേ? നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ? സുഖങ്ങള് അങ്ങോട്ട് പോകണില്ലേ? അതേ പോലെ ഞങ്ങളെ നിങ്ങളതിന്റെ ബാക്കിൽ മോളെ നമ്മൾ പുതിയാപ്പിളാണ്. കാല് കെട്ടോല് കുട്ടി പോലിട്ടോ ഭക്ഷണം കണ്ടിട്ടോ എന്താ മക്കളെ സുഖല്ലേ? എന്താ പുലപ്പ് വന്നാ നല്ല പോലെ വരിട്ടാ അങ്ങോട്ട് വരിട്ടോ. ആത്മീയതയുടെ കർമ്മവഴികളിൽ സമർപ്പണത്തിന്റെ ഹൃദയ മന്ത്രം ജപിച്ച് തന്റെ സ്നേഹനിധികളായ കൂടപ്പിറപ്പികളുടെ ആത്മാർത്ഥമായ സ്നേഹം നിറഞ്ഞ സഹകരണത്തോടെ പാവപ്പെട്ടവർക്ക് പ്രതീക്ഷയായും അനാഥർക്കും അഗതികൾക്കും ആശ്രയമായും ഭൗതികമായ വിഷമങ്ങളും പ്രയാസങ്ങളുമായി മനസ്സമേറുന്ന പതിനായിരങ്ങൾക്ക് അഭയമായും നിലകൊള്ളുന്ന ആരംഭനബിയുടെ കുടുംബവഴികളിലൂടെ മലയാള മണ്ണിന് ലഭിച്ച സുഹൃത സാന്നിധ്യം സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ വിവാഹ സദസ്സിന്റെ വേദിയിലേക്ക് സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്‌ലിസിലേക്ക് ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, 40ാമത് സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്‌ലിസിലേക്ക് നിർദ്ധനരായ രണ്ട് സഹോദര സമുദായങ്ങളിലെ യുവതികൾക്ക് മംഗല്യ സൗഭാഗ്യമൊരുക്കുന്ന ആ കല്യാണത്തിന്റെ സന്തോഷവേദിയിലേക്ക് ഈ സാമീപ്യത്തിന്റെ ഔന്നിത്യങ്ങളിലേക്കും സൃഷ്ടാവായ നാമനിലേക്കും വിശ്വാസിക മനസ്സുകൾക്ക് ദിശാബോധം നൽകിയും മാറാരോഗങ്ങൾ കൊണ്ട് ദുരിതമനുഭവിക്കുന്നവർക്കും മാനസിക പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ടനുഭവിക്കുന്നവർക്കും സ്വലാത്ത് ദിക്റുകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ആശ്വാസമേകുന്ന മലയാളികളുടെ ആത്മീയതീരനായ മജ്‌ലിസിന്റെ അമരക്കാരൻ പ്രവാചക പ്രളയത്തിന്റെ പ്രകീർത്തനങ്ങളും ആശിക്കങ്ങളുടെ കൽപ്പനകളിൽ ഇഷ്ക നിറച്ച അഭിമന്യരായ സഹിതവറുകളില ഈ വഴിത്താരയിലൂടെ സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്‌ലിസിലേക്ക് നിർഭരരായ രണ്ട് വിധനകൾക്ക് ജീവിത സൗഭാഗ്യമൊരുക്കുന്ന ആ സന്തോഷത്തിന്റെ കല്യാണ പന്തലിലേക്ക് ഇതുവരെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവർ, നാനാജാതി മതസ്ഥർക്കും അഭയമാണ് സയ്യിദവറുകൾ. അനാഥ മക്കളെ ചേർത്ത് പിടിക്കുന്നവരാണ് സയ്യിദവറുകൾ. പാവപ്പെട്ടവർക്ക് താനിയായ അഭിമന്യരായ സയ്യിദവറുകൾ. മനുഷ്യത്വത്തിന്റെ സഹജീവ സ്നേഹത്തിന്റെ മനുഷ്യ സ്നേഹത്തിന്റെ വലിയ ചരിത്രം തീർത്ത സയ്യിദവറുകൾ. വംശീയതയുടെയും വർഗീയതയുടെയും കലുഷിതമായ ഈ കാലത്തും ജാതിയും മതവും നോക്കാതെ മനുഷ്യത്വത്തിന് വിലകൽപ്പിക്കുന്ന സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്‌ലിസിലേക്ക് രണ്ട് സഹോദര സമുദായത്തിലെ നിർദ്ധന കുടുംബങ്ങളിലെ യുവതികൾക്ക് മംഗല്യ സൗഭാഗ്യമൊരുക്കി നൽകാൻ സന്തോഷത്തിന്റെ അപൂർവ നിമിഷങ്ങളിലേക്ക് അഭിമന്യരായ സയ്യിദവറുകൾ ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നിർദ്ധന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് ജാതിമത ചിന്തകൾക്കപ്പുറം ജീവിത സ്വപ്നം സാക്ഷാത്കരിച്ചു നൽകാൻ കാരുണ്യത്തിന്റെ നിറകുടമായ മനുഷ്യസ്നേഹിയായ സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ സ്നേഹാനുഭവങ്ങൾ കുറിച്ച സന്തോഷത്തോടെ ദാമ്പത്യ ജീവിതത്തിന്റെ മനോവാടിയിലേക്ക് പ്രവേശിക്കുന്ന സഹോദര സമുദായത്തിലെ രണ്ട് യുവതികൾക്ക് മംഗല്യ സൗഭാഗ്യമൊരുക്കാൻ തന്റെ മുത്തുമണികളായ മുഖ്യങ്ങളുടെ വെമ്പടിയോടുകൂടി വിവാഹ സദസ്സിന് നേതൃത്വം നൽകാൻ ഈ വഴിത്താരയിലൂടെ സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്‌ലിസിലേക്ക് പുണ്യമായ ഈ കല്യാണ സദസ്സിലേക്ക് ഇതുവഴി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ,
അള്ളാഹുവിനോടും അവന്റെ ഹബീബിനോടുമുള്ള അടയാത്ത പ്രണയാവേശത്താൽ ഒരു മഹാസാഗരം പോലെ പ്രതികൂല കാലാവസ്ഥയെയും സാഹചര്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് എത്തിച്ചേർന്ന ജനസഹസ്രങ്ങളെ സാക്ഷ്യപ്പെട്ടുകൊണ്ട് മലയാളക്കരയുടെ നാനാദിക്കുകളിൽ നിന്ന് വിളിപ്പിച്ചേർന്ന 10,000ങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നടുവിലൂടെ ജീവിത സ്വപ്നങ്ങളുടെ സന്തോഷത്തിലേക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന 2 യുവതികൾക്ക് കുടുംബജീവിതം സമ്മാനിക്കുന്ന ആ ചരിത്ര നിമിഷങ്ങൾക്ക് നേതൃത്വം നൽകാൻ നമ്മുടെ ആത്മീയ നായകൻ സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങളിതാ ഈ സലാത്തുൽ ഫാത്തിഹിന്റെ മജ്‌ലിസിലേക്ക് ഈ വഴിത്താരയിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, വഴിയിൽ നിൽക്കുന്ന ആളുകളൊക്കെ ദയവ് ചെയ്തവിടുന്ന സദസ്സിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നീങ്ങി എത്തിച്ചേരണമെന്ന് അറിയിക്കുകയാണ്. ഒട്ടനവധി ജീവക്കാരുടെ പ്രവർത്തനങ്ങൾക്ക് വഴിയൊരുക്കിയ സയ്യിദവർഗം ആത്മനിർവൃതിയുടെ ഉത്തങ്കതയിലേക്ക് വിശ്വാസികൾക്ക് അവസരമൊരുക്കിയ നൂറെ ഹബീബ് മജ്‌ലിസിന്റെ ആത്മീയ നായികൻ, പ്രപഞ്ചനാഥന്റെ അനുഗ്രഹങ്ങൾ അണമുറിയാതെ പെയ്തിറങ്ങുന്ന റഹ്മത്തിന്റെ മലായികത്തുകൾ പറന്നിറങ്ങി ആമീൻ പറയുന്ന അനുഗ്രഹീതമായ സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്‌ലിസിലേക്ക് നൂറെ ഹബീബ് ആത്മീയ മജ്‌ലിസിന്റെ അമരക്കാരൻ സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ ഈ വാഹനത്തിന് തൊട്ട് പിറകിലായി ഈ വഴിത്താരയിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ആമീൻ പറയാൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, പാവപ്പെട്ടവർക്ക് അഭയമൊരുക്കാൻ സയ്യിദ് അവറുകളിതാ ഈ സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്‌ലിസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം എതിർപ്പുകൾ വന്നാലും, ആരെല്ലാം പ്രചരണങ്ങൾ നടത്തിയാലും, എന്തെല്ലാം കള്ളങ്ങൾ പറഞ്ഞ് കൂട്ടമായി ആക്രമിച്ചാലും ഒന്നും വകവെക്കാതെ എല്ലാം അല്ലാഹുവിലേക്ക് അർപ്പിച്ച് ആത്മീയ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരല്പപോലും പിന്നോട്ടില്ലാതെ അജയ്യനായി നിലകൊള്ളുന്ന സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ അനാഥർക്കും അഗതികൾക്കും ആശ്രയമായും ഭൗതികമായ വിഷമങ്ങളും പ്രയാസങ്ങളുമായി മനസ്സുനേറുന്ന 10,000ങ്ങൾക്ക് അഭയമായും നിലകൊള്ളുന്ന ആരംഭനദിയുടെ കുടുംബ വഴികളിലൂടെ മലയാള മണ്ണിനൊരു വെച്ച് സുഹൃത സാന്നിധ്യമായ സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വൃദ്ധ കുടുംബങ്ങളുടെ പെൺകുട്ടികൾക്ക് ജാതിമത ചിന്തകൾക്കപ്പുറം ജീവിത സ്വപ്നം സാക്ഷാത്കരിച്ചു നൽകാൻ ഭാരതത്തിന്റെ ഗൗരവമായ മനുഷ്യസ്നേഹിയായ സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ സ്നേഹാനുഭവങ്ങൾ കുറിച്ചുകൊണ്ട് സന്തോഷത്തോടെ ദാമ്പത്യ ജീവിതത്തിന്റെ മനോഭാവങ്ങളിലേക്ക് പ്രവേശിക്കുന്ന സഹോദര സമുദായങ്ങളിലെ യുവതികൾക്ക് മന്ത്രിന്റെ സൗഭാഗ്യം നൽകാൻ ജീവിക്കുന്ന മലയപ്പോഴും തന്റെ മുത്തുമണികളോടുള്ള ഇഷ്ടം കൊണ്ട് അവർക്ക് വേണ്ടി ആത്മീയതയുടെ വലിയോടെ സംഘടിച്ച് ആത്മീയ മജ്‌ലിസിന് നേതൃത്വം നൽകാൻ ഈ വഴിക്കാരനെ ധന്യമാക്കിക്കൊണ്ട് ഇതുവഴി കടന്നു വരികയാണ്. നാനാജാതി മതസ്ഥർക്കും അഭയമാണ് സയ്യിദ് അവർഗം അനാഥമക്കളെ ചേർത്ത് പിടിക്കുന്ന സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ പാവപ്പെട്ടവർക്ക് നാളിയായ അഭിമന്യരായ സയ്യിദ് അവർഗം മനുഷ്യത്വത്തിന്റെ സഹജീവ സ്നേഹത്തിന്റെ മനുഷ്യ സ്നേഹത്തിന്റെ പുതിയ ചരിത്രം തീർത്തുകൊണ്ട് സയ്യിദ് അവർഗം